അഞ്ചാമത്തെ ചോദ്യം, ചെക്ക് വെദർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു എക്സ് ക്യൂബ് ഈസ് ബൈജക്റ്റീവ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു എക്സ് ക്യൂബ്. ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്ന് പരിശോധിച്ച് ഇത് ബൈജക്റ്റീവ് ആണോ എന്ന് പറയാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ ആണോ ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളിത് 1 ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാഫിൽ എവിടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാലും അത് ആ ഗ്രാഫിനെ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വൈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഡിഫറെൻ്റ് എക്സ് വാല്യൂസ് ഉള്ള അവസ്ഥ ഇവിടെ ഉണ്ടാകും. അത് 1 അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പോയിന്റിൽ മാത്രമേ ഇത് ഗ്രാഫിനെ കട്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് മാത്രമേ വരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഈ രീതിയിലാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത് ഒരു 1 ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഓൺ ടു ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയിട്ട് വരിക. ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ 6 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതേസമയം ഈ ഗ്രാഫ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിനകത്ത് ഇമേജ് വാല്യൂസ് വേരി ചെയ്യുന്നതും -∞ മുതൽ +∞ വരെ ഇമേജ് വാല്യൂസ് വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഗ്രാഫ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ കേസിൽ ഇതിൻ്റെ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയിട്ട് വരുന്നു. ഇത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഗ്രാഫിൽ നിന്നും. ഗ്രാഫ് ഉപയോഗിക്കാതെ തന്നെ ഡെഫിനിഷൻ്റെ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതൊരു 1 ഫംഗ്ഷൻ ആണോ ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാനായിട്ട് സാധിക്കും. 1 ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഇവിടെ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്. x1 ക്യൂബും x2 ക്യൂബും ഈക്വൽ ആണെങ്കിൽ, x1 x2 രണ്ട് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം x1 ഈക്വൽ ടു x2 എന്ന് ആയിരിക്കും. അതായത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു എഫ് ഓഫ് എക്സ് എന്നത് ഒരു 1 ഫംഗ്ഷനാണ്. അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുന്നതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ എന്നായിരിക്കും. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് എഴുതാനായിട്ട് സാധിക്കില്ല. കാരണം രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ ഈക്വലായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ റിയൽ നമ്പേഴ്സ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. -2 സ്ക്വയറും +2 സ്ക്വയറും 4 ആണ്. പക്ഷേ നമുക്കറിയാം -2ഉം 2ഉം രണ്ടും ഡിഫറൻറ്റ് റിയൽ നമ്പേഴ്സ് ആണ് നമുക്കറിയാം. പക്ഷേ ക്യൂബിൻ്റെ കാര്യത്തിൽ നമുക്കത് പറയാനായിട്ട് സാധിക്കും. അതായത് ഇതൊരു 1 ഫംഗ്ഷൻ ആണ് എന്ന് നമുക്കിതുപോലെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ ഡെഫിനിഷൻ അനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ദാറ്റ് y ഇസിക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് എക്സിൻ്റെ ഇമേജ് y എന്നുള്ള രീതിയിൽ y ഇസിക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നെടുക്കുന്നു. എന്നിട്ട് ഏതൊരു വൈക്കും അതിൻ്റെ പ്രീ ഇമേജായി എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നു. അതായത് y ഇസിക്വൽ ടു എക്സ് ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സിനെ വൈയുടെ ടൈമിൽ കണ്ടുപിടിക്കുന്നു. y ഇസിക്വൽ ടു എക്സ് ക്യൂബ് എന്നാണെങ്കിൽ നമുക്കറിയാം രണ്ട് വശവും നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് ഇസിക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് y എന്നാണ്. അതായത് നമ്മളെടുത്തത് എക്സിൻ്റെ ഇമേജ് y എന്ന രീതിയിലാണ്. ഇപ്പം നമ്മൾ എക്സിനെ വൈയുടെ ടൈമിൽ കണ്ടുപിടിച്ചു. അതായത് ക്യൂബ് റൂട്ട് ഓഫ് y ആണ് വൈയുടെ പ്രീ ഇമേജ് എന്നുള്ള രീതിയിൽ. y ഒരു റിയൽ നമ്പർ ആണെങ്കിൽ ഏതൊരു റിയൽ നമ്പറിനും ഒരു ക്യൂബ് റൂട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ
എല്ലാ വൈക്കും ഒരു പ്രീമേജ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം ഇത് ഒരു ഓൺ ടു ഫംഗ്ഷനാണെന്ന്. ഇവിടെയും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ റിയൽ നമ്പേഴ്സിനും ഒരു ക്യൂബ് റൂട്ട് ഉണ്ട്, പക്ഷേ എല്ലാ റിയൽ നമ്പേഴ്സിനും ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് ഒരു റിയൽ നമ്പറായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുക. പക്ഷേ ഒരു നെഗറ്റീവ് റിയൽ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് ഒരു നെഗറ്റീവ് റിയൽ നമ്പറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 ഓൺ ടൂമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. 1 1 ഓൺ ടൂമായിട്ട് വരുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്.